കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ രാവിലത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇവിടെയൊക്കെ ഭയങ്കര മഴയാട്ടോ. 2-3 ആഴ്ചയായി മഴ തുടങ്ങിയിട്ട്. ഇതുവരെ മഴ കുറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ശാമികയ്ക്ക് സ്കൂള് 2 ആഴ്ച ലീവായിരുന്നു കേട്ടോ. അപ്പോൾ ലീവൊക്കെ കഴിഞ്ഞതാ ഇന്ന് സ്കൂള് തുറന്നേ. അപ്പം ഇന്ന് നമ്മൾ 2 ആഴ്ചത്തെ ലീവിന് ശേഷം സ്കൂളിലേക്ക് പോകുന്ന വിശേഷങ്ങളും പിന്നെ രാവിലത്തെ ചെറിയ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമ്മുടെ കൂട്ടുകാരെല്ലാം ഇഷ്ടപ്പെട്ട വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ രാവിലെ തന്നെ അടുക്കളയിൽ കയറി ചോറൊക്കെ അടുപ്പയിലിട്ടിട്ടുണ്ട്. ചോറ് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് കുക്കറിനകത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്, റൈസ് കുക്കറിനകത്തേക്ക്. പിന്നെ കറി വെക്കാൻ വേണ്ടിയിട്ട് ബീൻസ് പയറാട്ടോ വെക്കുന്നത്. ബീൻസ് പയറല്ല, നമ്മുടെ അച്ചിങ്ങ പയറില്ലേ, നീളപ്പയർ. അപ്പോൾ പയർ തോരൻ വെക്കാൻ വേണ്ടി കുറച്ച് ചട്ടിയിൽ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്ത് കടുകൊക്കെ ഇട്ട് പൊട്ടിക്കുക കേട്ടോ. അപ്പം എല്ലാവർക്കും സുഖമാണോ? എല്ലാവർക്കും മഴയൊക്കെ ഉണ്ടോ? നമ്മൾ ഇവിടെ ഭയങ്കര മഴയാണ്. ഇപ്പം 2 ആഴ്ചയായി മഴ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, അത്രയ്ക്കും മഴയാട്ടോ. അപ്പം വെയിലേ ഇല്ല ഇവിടെ. 2 ആഴ്ചയായിട്ട് ഭയങ്കര കഷ്ടമാണ്. സ്കൂളുകൾക്ക് വരെ അവധി, സ്കൂളും പിന്നെ എല്ലാം അവധിയാട്ടോ മഴ കാരണം. അപ്പം ഇന്ന് ഒരു ശകലം മഴ കുറവുണ്ട്, എന്നാലും മഴയാണ്, പക്ഷേ വെയിലൊന്നുമില്ല കേട്ടോ. അങ്ങനെയാണ് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ തോരൻ വെക്കാൻ വേണ്ടി എല്ലാം ഇട്ട് റെഡിയാക്കി. ഉപ്പും മഞ്ഞൾപ്പൊടിയും പയറരിഞ്ഞതും കുറച്ച് തേങ്ങയും എല്ലാം കൂടെ ഒരുമിച്ചാണ് ഇട്ടേക്കുന്നത്. എല്ലാം കൂടെ ഇട്ട് ഇളക്കിയിട്ട് നന്നായിട്ട് അടിച്ചു വെക്കും കേട്ടോ. പിന്നെ നമ്മൾ ചാറുകറി വെക്കുന്നതെന്ന് പറയുന്നത് കുറച്ച് ചേമ്പ് ഇരിപ്പുണ്ടായിരുന്നേ, കടയിൽ നിന്ന് വാങ്ങിച്ച് ചെറിയ കുഞ്ഞു ചേമ്പ്. അപ്പോൾ അത് അപ്പുറത്തെ അടുപ്പിൽ വേകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പം ചോറും കറിയൊക്കെ ഇങ്ങനെ റെഡിയായി വന്നപ്പോഴത്തേക്കിന് ശാമിക മോള് ഒരു 7:45 ആയപ്പോഴത്തേക്കിന് ഞാൻ പോയി വിളിച്ച് എഴുന്നേൽപ്പിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ സ്കൂൾ ലീവ് ആയതുകൊണ്ട് സ്കൂളിൽ പോകാൻ അങ്ങനെ മടിയൊന്നുമില്ല. പിന്നെ ഞാൻ വിളിച്ച് എഴുന്നേൽപ്പിച്ചു. ഇപ്പോൾ അവധി ആയതുകൊണ്ട് ആൾ 9:30-10 മണിയൊക്കെ സമയത്താണ് എഴുന്നേറ്റ് വരുന്നത്. അപ്പം സ്കൂളുള്ള ദിവസം ആൾ എഴുന്നേൽക്കത്തില്ല, ഇല്ലാത്ത ദിവസം ചില ദിവസം നേരത്തെ എഴുന്നേൽക്കും കേട്ടോ. അപ്പോൾ ചേമ്പൊക്കെ നന്നായിട്ട് വെന്ത് തിളച്ച് വരുന്നുണ്ട്. പിന്നെ കുറച്ച് കൊഴുവല മീൻ ഇരിപ്പുണ്ട്, കൊഴുവല നത്തോലി. അപ്പോൾ അത് വറുക്കാൻ വേണ്ടിയിട്ട് എല്ലാം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് കുരുമുളകും എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് പുരട്ടി തിരുമ്മി വെക്കുക കേട്ടോ. പിന്നെ നമ്മുടെ കൂട്ടുകാരൊക്കെ വീഡിയോസ് കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ വീഡിയോ? ഇങ്ങനെ ഡേ ആൻഡ് മൈ ലൈഫൊക്കെ ഇടുന്ന വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളകും എല്ലാം കൂടെ ഇട്ട് നമ്മുടെ മീനൊന്ന് പുരട്ടി മാറ്റി വെക്കുക കേട്ടോ. മീൻ അവിടെ നന്നായിട്ട് ഇങ്ങനെ തിരുമ്പി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ ചേമ്പ് കറിക്കുള്ള തേങ്ങയൊക്കെ ആ സമയത്ത് ഞാൻ പോയി അരച്ചെടുത്തിട്ടുണ്ട്. തേങ്ങ ചിരണ്ടി അരച്ച് ചേമ്പൊക്കെ അന്നേരം വെന്തായിരുന്നു. അപ്പോൾ വെന്ത് ചേമ്പിനകത്തേക്ക് തേങ്ങ അരച്ചതെല്ലാം കൂടെ അരപ്പെല്ലാം കൂടി ഇട്ട് കൊടുത്തേ. എനിക്കിഷ്ടമാണ് ഈ ചേമ്പ് കറിയും പിന്നെ അതിൻ്റെ കൂട്ടത്തിലൊരു മീൻ വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിട്ടോ കഴിക്കാൻ. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ? പിന്നെ അങ്ങനെ മീനെല്ലാം പുരട്ടി വെച്ച് എന്നിട്ട് ഞാൻ തേങ്ങ അരച്ചത് ചേമ്പ് കറിക്കകത്തേക്ക് ഇട്ട് കൊടുക്കുവാണേ. പിന്നെ നമ്മൾ ചേമ്പ് കറിക്കകത്തേക്ക് ഇട്ട് കൊടുക്കുവാണേ. അന്നേരത്തേക്കിന് അപ്പുറത്തെ അടുപ്പിൽ തോരൻ കറിയൊക്കെ റെഡിയായി കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ചാറൊക്കെ ആക്കിയെടുത്ത് പിന്നെ കടുകൊക്കെ താളിച്ചൊഴിച്ചേ. അങ്ങനെ ചേമ്പ് കറിയൊക്കെ റെഡിയായി. പിന്നെ രാവിലെ കാപ്പി ഉണ്ടാക്കുന്നത് കൊഴുക്കട്ടയാട്ടോ, ഉണ്ടയാണേ. അപ്പോൾ കൊഴുക്കട്ട ഉണ്ടാക്കാൻ വേണ്ടി മാവൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങയും ശർക്കരയും ഒക്കെ ജീരകവും ഏലക്കായും ഒക്കെ എടുത്ത് മിക്സ് ചെയ്ത് വെച്ചത് കൊഴുക്കട്ടയാക്കി ഇങ്ങനെ ഉരുട്ടി എടുത്ത്
ആവിയിൽ വേകാൻ വേണ്ടി അപ്പച്ചെമ്പിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർക്കും രാവിലെ തന്നെ ഈ മധുരം കഴിക്കുവാണോന്ന്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞങ്ങൾക്ക് എല്ലാ ദിവസവും ദോശ ഇഡലിയും അപ്പമൊക്കെ കഴിച്ച് മടുത്ത് കഴിയുമ്പം ഞങ്ങൾ ഇടയ്ക്കൊക്കെ രാവിലെ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കും കേട്ടോ. അത് ഷാമിയയ്ക്ക് ഇഷ്ടമാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം രാവിലെ കൊഴുക്കട്ട കഴിക്കുന്നത്. ചിലർ വൈകുന്നേരങ്ങളിൽ ചായക്കടിക്കൊക്കെ അല്ലേ കൊഴുക്കട്ട ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾക്ക് ഇഷ്ടമാണ് കേട്ടോ രാവിലെ കൊഴുക്കട്ട ഉണ്ടാക്കി കഴിക്കുന്നത്. പിന്നെ മുളക് പൊടിയൊക്കെ തിരുമ്മി വെച്ച മീനും കൂടെ അങ്ങ് വറുത്തെടുക്കുക കേട്ടോ. അപ്പം ഇതൊക്കെ അടുപ്പിലിരിക്കുന്ന സമയത്തേക്ക് ഞാൻ പോയി ഷാമികേനെ വിളിച്ച് എഴുന്നേൽപ്പിക്കുവാണേ. എഴുന്നേക്കാൻ ഭയങ്കര മടിയാണ്. വിളിച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര കരച്ചിലാട്ടോ. പിന്നെ എഴുന്നേറ്റ് എൻ്റെ കൂടെ അടുക്കളയിൽ വന്ന് ഒന്ന് നിന്ന് ഇങ്ങനെ കയ്യിൽ കുറച്ച് നേരം ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കണം. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുളിച്ച് റെഡിയായി ചായയൊക്കെ കുടിച്ച് ഞങ്ങളിതാ സ്കൂളിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ സ്കൂളിലേക്ക് പോണ വഴിയൊക്കെ നിങ്ങളെ കാണിച്ചു തരാവേ. മഴയായതുകൊണ്ട് ഭയങ്കര വെള്ളം കേട്ടോ റോഡിലെല്ലാം. റോഡിൻ്റെ സൈഡിൽ ഓടലെല്ലാം ഫുള്ള് വെള്ളമായിരുന്നു. ഇപ്പോൾ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് വെള്ളമൊക്കെ, എന്നാലും വെള്ളമുണ്ട്. പിന്നെ നമ്മൾ പോകുമ്പം സ്കൂളിൻ്റെ അടുത്ത റോഡിലെല്ലാം നല്ല വെള്ളം കേട്ടോ. സ്കൂളിരിക്കുന്ന സ്ഥലമാണ് ഇത്. അപ്പോൾ സ്കൂളിൻ്റെ കോമ്പൗണ്ടിൻ്റെ വെളിയിലാട്ടോ ഇതെല്ലാം അവിടെ എല്ലാം നല്ല വെള്ളമായിരുന്നു. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ. മഴയും വെള്ളപ്പൊക്കവും. നമുക്ക് വെള്ളപ്പൊക്കം ഇല്ല, നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്തും ഇല്ല, പിന്നെ കുറച്ച് മാറി കേട്ടോ വെള്ളപ്പൊക്കം. അങ്ങനെ മഴയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാരെല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ ഇനി നല്ലൊരു പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു.